മണിച്ചേട്ടാ, ഓ, ഈ സമ്മാനം മണിച്ചേട്ടൻ തന്നെ തുറക്ക്. ചാർലി തുറക്ക്. ചേട്ടനടുത്ത സമ്മാനമല്ലേ, അപ്പൊ ചേട്ടൻ തന്നെ തുറക്കണം. എനിക്കായാലും നിനക്കായാലും എന്താടാ വ്യത്യാസം? നീ തുറക്കും. ഞാൻ അല്ലേ ഇത് ഇത്രയും ദൂരം ചുമന്നുകൊണ്ട് വന്നത്, അപ്പൊ മണിച്ചേട്ടൻ തന്നെ തുറക്കണം. അങ്ങനെയാണോ? എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേരും കൂടെ തുറക്കാം. റെഡി? 1, 2, 3. ചാർലി, ഇത് കൊള്ളാം. ഇതിന്റെ ഫസ്റ്റ് ആർക്കാണ് അടിച്ചത്? അത് നമ്മുടെ പള്ളിയിൽ കൊയറ് പാടുന്ന ഒരു ചേച്ചിക്കാം. നീ ഇപ്പോഴും പറയാനുള്ള ചേച്ചി അല്ലേ? ആ, സമ്മാനക്കല്ലേ? ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞിട്ടല്ലേ ചേട്ടാ കൂപ്പൺ എടുത്ത്, എന്നിട്ട് സമ്മാനം അടിച്ചല്ലോ. അതെന്റെ ഭാഗ്യമൊന്നുമല്ലടാ, നിന്റെ ഭാഗ്യം. അതുകൊണ്ടല്ലേ ഞാൻ ലോട്ടറി കൂപ്പൺ ഒന്നും എടുക്കാം. ഇത് എൻ്റെ ഭാഗ്യം. എങ്ങനെയുണ്ട്? കൊള്ളാം. മണിച്ചേട്ടാ, കരാളിങ്ങെത്തി, വേഗം പോവാ. ചാർലി, നമുക്ക് നോക്കിട്ട് പോവാം. മണിച്ചേട്ടാ നോക്കിയിരുന്നു, ഞാൻ പോവാ. മണിച്ചേട്ടാ, മണിച്ചേട്ടാ, എവിടെ പോയി? ചാർലി, ചാർലി, നീ വീണ്ടും ആ മണിച്ചേട്ടന് സ്വപ്നം കണ്ട? ഈ സാധനം ഇവിടെ ഇരിക്കുന്ന എല്ലാത്തിനും കാരണം നമുക്കിത് ഒഴിവാക്കണം. ഈ ആത്മഹത്യ ചെയ്തവരൊക്കെ പ്രേതമായി വരുമോ? എൻ്റെ ചാർലി, ഒന്ന് കിടന്ന് ഉറങ്ങ്, രാവിലെ എണീക്കേണ്ടതാ. നീ ഒന്ന് ഇവിടെ ഒന്ന് കിടക്കോ? ഇവിടെ ഒരാൾക്ക് തന്നെ കിടക്കാൻ സ്ഥലമില്ല. ഡേയ് ചാർലി, കൈ പിടിച്ചോ, മുറുക്കെ പിടിച്ചോ, കിടന്നുറങ്ങിക്കോ. ജെയിംസ് കേട്ടോ, അല്ല ഈ മണിച്ചേട്ടൻ്റെ വീട് എവിടെയാ? എന്തിനാ? ചുമ്മാന്നറിയാ. കുട്ടികൾ ആവശ്യമില്ലാത്തൊന്നും അറിയണ്ട. അതെന്ത്? അവിടെ ഒരു യക്ഷിയുണ്ട്. യക്ഷിയോ? ആ, മണിയുടെ ചോര കുടിച്ച യക്ഷി. എന്താ എന്താ കാര്യം? സ്റ്റാൻലിങ് വന്നേ. ഊണ് കിട്ടിയോ? ആ, എന്നാ പോ. പക്ഷെ എല്ലാരും പറഞ്ഞത് മണിച്ചേട്ടൻ തൂങ്ങി മരിച്ചെന്നാണല്ലോ. കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട. വാർഡനോട് കംപ്ലൈന്റ് ചെയ്യണോ?
ഉമ്മാര് തമ്മി എന്താടാ പരിപാടി? അതാ പറഞ്ഞത് നമുക്കത് അവർക്ക് കൊടുക്കണ്ടെന്ന്. മണിച്ചേട്ടന്റെ ഭാര്യ അത്രയ്ക്ക് ചീത്തയാ. ചിലപ്പോ സ്റ്റാൻലി കള്ളം പറഞ്ഞാണെങ്കിലോ? സ്റ്റാൻലി അങ്ങനെ കള്ളമൊന്നും പറയൂല. അല്ലെങ്കിലും അവന് ഈ കാര്യമൊക്കെ നന്നായിട്ട് അറിയാം. അത് നമുക്ക് വിൽക്കാടാ. ആ ഹോസ്റ്റലിലെ ബാത്റൂം ഫുള്ളോ വെള്ളം വരും. ഞാൻ പോവാ. ചാലി അവരേകദേശം എന്താണ്ട് ഇതേപോലെ ഇരിക്കും. എടാ ചാർലി, നീ എന്ത് ചെയ്യേ? ഞാൻ മാത്സിന്റെ പ്രോബ്ലം ചെയ്യാം. നല്ലോണം പഠിക്കണം കേട്ടോ. നീയോ? ആ, നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. ഫാദർ മിക്സി കണ്ടുപിടിക്കുമെന്ന് ഞാൻ പേടിച്ചു. നമുക്കിത് വിറ്റ് കളഞ്ഞാലോ? അതല്ലേടാ ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എവിടെ കൊണ്ടുപോയി വെക്കും? ആന്നും വേണ്ട, എനിക്ക് പേടിയാ. ആരെങ്കിലും പിടിച്ചാൽ വീട്ടിൽ വിളിച്ചു പറയും. സ്റ്റാൻലിയോട് പറഞ്ഞാൽ നടക്കും. എനിക്കറിയില്ല. അവര് പറഞ്ഞാലാണ് നിനക്ക് ഉറപ്പുണ്ടോ? മണിച്ചേട്ടൻ പിന്നെ വെറുതെ അങ്ങ് തൂങ്ങിച്ചാവോ? മണിച്ചേട്ടൻ മണ്ടനായുണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് ഒരാളിൻ്റെ അടുത്ത് പറഞ്ഞു. ആര്? ഒരാള്. എന്നായൊക്കെ ഭ്രാന്ത. മണിച്ചേട്ടൻ്റെ ഭാര്യയെ പോലെ ആരെങ്കിലും നീ കണ്ടിട്ടുണ്ടോ? വെക്കേഷന് മുമ്പേ രവി സാർ നമ്മുടെ സയൻസ് ടീച്ചറിനെ പറ്റി പറയുന്ന കേട്ടായിരുന്നു. ഇങ്ങനെ സയൻസ് പീരീഡ് എപ്പോഴാ? നിന്റെ ടൈം ടേബിൾ എനിക്കെങ്ങനെ അറിയാം? വർഷങ്ങൾക്ക് മുൻപ് ഒരു നാട്ടിൽ ഒരു കുട്ടിയുണ്ടായിരുന്നു. ജനിച്ച് കുറേയേറെ കാലം അവൻ മിണ്ടിയുമില്ല, വായിച്ചുമില്ല. എല്ലാവരും വിചാരിച്ചു അവൻ ഒരു മണ്ടനാണെന്ന്. പക്ഷെ പിന്നീട് അവൻ ആധുനിക ശാസ്ത്രത്തിൻ്റെ മുഖം തന്നെ മാറ്റി എഴുതി. ആരാണെന്നറിയാമോ അത്? ആൽബർട്ട് ഐൻസ്റ്റീൻ. ഇന്ന് നമ്മൾ അദ്ദേഹത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ടീച്ചറെ, അയ്യോ, എന്താ ഗൂഗിളെ, എന്ത് പറ്റി? ആരുടെയെങ്കിലും കയ്യിൽ വെള്ളമുണ്ടോ? ഇതാ വെള്ളം കുടിക്ക്. എന്താ രാവിലെ ഒന്നും കഴിച്ചില്ലേ? എന്താ കഴിച്ചേ? അപ്പം കഴിച്ചിട്ടാണോ തല ചുറ്റി വീണേ? ചാർലി നോക്ക്, അവനൊന്നും കഴിക്കില്ലെന്നാ എല്ലാവരുടെയും പരാതി. പറന്ന് നടക്കുന്ന കണ്ടിട്ടില്ലേ? വാ, നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പോയിട്ട് വാ. എല്ലാരും കേറിയിരിക്കുക. പൈസയ്ക്ക് വേണ്ടി ഇവരൊക്കെ ഇതൊക്കെ ചെയ്യുന്നത്. സൗണ്ട് കുറച്ച് വെച്ചിട്ടേക്ക്. ആരെയും കണ്ട് നമ്മളെ പിടിച്ച് പുറത്താക്കും.
ഏയ് ഡേയ് എനിക്ക് നാളെ വൈകുന്നേരം നമുക്ക് അവിടെ പോകേണ്ടതല്ലേ? സ്റ്റാൻലി അവിടെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മിക്സി വിൽക്കണോ വേണ്ടേ? മണ്ട കിടക്കുന്നതിന് എന്ന് മുട്ടൻ. നീ എന്താടാ ഒരുമാതിരി? ഞാനും കൂടെ വന്നിട്ട് പോയാൽ മതി. വെയിറ്റ് ചെയ്. ഞാൻ വിശക്കണം. ഇനി ഭയങ്കര വിശപ്പ്. നീ എന്താടാ ഇവിടെ വന്നിരിക്കണേ? നമ്മുടെ മിക്സി കാണാനില്ല. നീ ആ സ്റ്റൈലിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തല്ലേ? അവ എവിടെയെങ്കിലും മാറ്റി കാണും. ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ അത് മാഞ്ഞു പോയോ? ഇത് നീ തന്നെ എടുത്തേ. എനിക്കുറപ്പുണ്ട്. നീ കളിക്കല്ലേ? ഞാൻ അവർക്ക് കൊടുക്കാൻ പോവാ. ആർക്ക്? മണിച്ചേട്ടൻ്റെ ഭാര്യയ്ക്കാ? ആ വൃത്തിയായിട്ട സ്ത്രീക്കാ? അത് മണിച്ചേട്ടൻ സമ്മാനമല്ലേ? അങ്ങനെ നിനക്കെന്താ? ഓഹോ, എങ്കിൽ നമുക്ക് ഒന്ന് കാണാല്ല. ഞാനിത് പ്രിൻസിപ്പലിനോട് കംപ്ലൈന്റ് ചെയ്യും. ആ റോബിൻ നിക്കടാ. നമ്മളെയും കൂടെ എടുക്കടേ. എടുക്കാം, കുളിച്ചിട്ട് വാ. എടുക്കെടുക്ക്. മണിയണ്ണച്ചേട്ടൻ്റെ വീട് അറിയാവോ? തൂങ്ങിച്ചത്ത മണികണ്ഠനാണോ? എടാ മോനെ, എടാ നേരെ പോയി കയറ്റം കയറി ഒരു അമ്പലത്തിൽ ചെല്ലും. അതിന് മുന്നിൽ ഒരു ആൽമരമുണ്ട്. ആലല്ലേ അരച്ച്. ആലായാലും അരശായാലും അതിൻ്റെ അടുത്ത് തന്നെ വലതുവശത്തൊരു വീടുണ്ട്. അതാ വീട്. കേട്ടോ? ഈ നരത്തിനൊക്കെ അവളുടെ വീട്ടിൽ എന്ത് കാര്യം? ആർക്കറിയാം. ജീവിച്ച് പോട്ടെ. ആരാ? ഇത് മണിച്ചേട്ടന് കിട്ടിയതാ. നാട്ടിലെ പള്ളിയിൽ കൂപ്പൺ നറുക്കെടുത്തപ്പോൾ ക്രിസ്മസിന്. മോനിരിക്കെ.
കേട്ടോ? പിടിക്ക് പിടിക്ക്. മോന്റെ പേരെന്താ? ചാർലി. എവിടെയാ വീട്? വർക്കലയില. ബോർഡിംഗ് സ്കൂളിലാണ് പഠിക്കുന്നത്. വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛനും അമ്മയും ചേട്ടനും. മണികണ്ഠ ചേട്ടൻ എന്തിനാ തൂങ്ങി മരിച്ചേ? എനിക്കറിയില്ല. നിന്റെ വായിന്ന് എനിക്ക് കേൾക്കണം നീ എവിടെ പോയിരുന്നെന്ന്. മാറിക്കണേ നിന്നെ ഞാൻ തൂക്കിയെടുത്ത് പുറത്തിറങ്ങി നോക്കിക്കോ. നീ ഇവിടെ നിൽക്കണം, അനങ്ങി പോരുത്. എന്താണ് അവിടെ? ഇനി നീ സ്കൂളിന് പുറത്താ. മണിച്ചേട്ടോ, ഓ, എനിക്ക് ആ പരുന്നനെ പിടിച്ചു തരാവോ? എൻ്റെ വീട്ടിൽ കുറച്ച് പ്രാവുകളുണ്ട്, അതിലൊന്ന് രണ്ടെണ്ണം നീ എടുത്തോ. എനിക്ക് പരുന്നനെ മതി. അല്ലെങ്കിൽ എനിക്ക് പ്രാവ് മതി.
ആ